തുടർന്ന് ഇപ്പോൾ സിനിമാ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആന്റണി പെരുമ്പാവൂർ, ഞെട്ടിക്കുന്ന ഒരു സംഭവമായി പോയല്ലോ. അടുത്ത ഒരു സുഹൃത്തു കൂടിയായിരുന്നല്ലോ താങ്കളുടെ ഓയ്. എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ കരുതുന്നത് ആന്റണി? അല്ല, എന്താണ് സംഭവം എന്ന് എനിക്ക് വ്യക്തത കിട്ടിയിട്ടില്ല. ഒരു ഞെട്ടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. ഒരുപാട് സിനിമകളിൽ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു കുടുംബപരമായിട്ടും ഭയങ്കര ബന്ധമുണ്ടായിരുന്ന ആളാണ്. കൊച്ചിയിലൊക്കെ വരുന്ന സമയത്തും ബാംഗ്ലൂരും ദുബായിലും എല്ലാം ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ജീവിതത്തിനെ വളരെ പോസിറ്റീവായി വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും മറ്റുള്ളവരോട് വളരെ നന്നായി പെരുമാറുകയും എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്ത് ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതുപോലെ ജീവിതത്തിനത് ഇങ്ങനത്തെ നല്ല രീതിയിൽ ജീവിക്കുന്ന സന്തോഷകരമായി കാണുന്ന ആൾക്കാരെ വളരെ അപൂർവമായിട്ടാണ് ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരാള് നമുക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരാള് നാളെ നമ്മുടെ ലൈഫിൽ എന്താവശ്യത്തിനും ഓടി ചെല്ലാവുന്ന പോലത്തെ ഒരു സൗഹൃദമായിരുന്നു. അതില്ല എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സത്യം. ശ്രീ ആന്റണി പെരുമ്പാവൂർ, എന്തെങ്കിലും സൂചനകൾ അദ്ദേഹം ഇപ്പോൾ ഈ റെയ്ഡിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇങ്ങനെയുള്ള ചില റെയ്ഡ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമോ എന്തെങ്കിലും താങ്കളോട് പങ്കുവെച്ചിരുന്നോ? അല്ല, അങ്ങനെ പങ്കുവെച്ചിട്ടില്ല. പക്ഷെ റെയ്ഡ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മളും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുമായിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ല. കാരണം ഞാൻ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആയിട്ട് എനിക്ക് ഈ കാര്യം നടന്നതിന് ശേഷം സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ കാര്യം ആരെയും ഫോണിൽ കിട്ടുന്നില്ല. എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 2-3 ആഴ്ച മുൻപ് കൊച്ചിയിൽ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു. വളരെ സന്തോഷകരമായിട്ട് സംസാരിച്ചിട്ടിരുന്നതാണ്. അത് എന്താണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. മാത്രമല്ല ഒരു എന്റർടൈനർ എന്നുകൂടി അദ്ദേഹത്തെ പറയാമല്ലോ. എന്റർടൈൻമെന്റ് ബിസിനസ്സിൽ തന്നെ അദ്ദേഹം സജീവമായത് തന്നെ ഇങ്ങനെയില്ലേ, ഒരു പോസിറ്റീവായിട്ട് അദ്ദേഹം എല്ലാത്തിനെ കാണുന്നതിന് ഒരു ഉദാഹരണം കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അല്ലാത്ത ഒരു മേഖലയിൽ സിനിമയിലേക്ക് അദ്ദേഹം കടന്നു വന്നതും. പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഇത്തരം എന്ത് മാനസിക പ്രയാസമുണ്ടെങ്കിലും അത് നേരിടാൻ പറ്റുന്ന ഒരു കരുത്തനായ ഒരാൾ കൂടിയാണല്ലോ അദ്ദേഹം മാനസികമായിട്ട്. അല്ല, നമുക്ക് അറിയാവുന്ന നമ്മൾ സംസാരിക്കുന്ന പരിചയപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് എല്ലാത്തിനെയും വളരെ പോസിറ്റീവായി കാണുകയും എല്ലാത്തിനോടൊരു പാഷൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. കാരണം സിനിമയോടൊക്കെ വലിയ സ്നേഹമായിരുന്നു. മോഹൻലാൽ സാറും ഒക്കെ ചേർന്നിട്ടാണല്ലോ കാസിനോ പോലൊരു പടം ആദ്യം എടുക്കുക. വലിയ ബഡ്ജറ്റ് എടുത്ത പടമായിരുന്നു. പിന്നെ ആശീർവാദിന്റെ പല സിനിമകളിലും അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. നമുക്ക് അത് അങ്ങ് ഒരു വേർപാട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന ബിസിനസ്സായ ഈ ബിൽഡിംഗ് രംഗത്ത് തന്നെ അവിടെ അദ്ദേഹം ഈ വളരെ പെട്ടെന്ന് പ്രോജക്റ്റുകൾ കൈമാറുന്നതിലും സമയത്തിന് ചെയ്തു കൊടുക്കുന്നതിലും ഒക്കെ ശ്രദ്ധാലുവായിരുന്നല്ലോ. പിന്നെ ഈ സീറോ ബാങ്ക് ലോൺ എന്നതൊക്കെ ആയിരുന്നുവല്ലോ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ. അതൊക്കെ ശരിയുമായിരുന്നല്ലോ അല്ലെ? അങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യതയുടെ പ്രശ്നമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. അദ്ദേഹം ഒരുപാട് സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഭയങ്കര വ്യഗ്രത കാണിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ അവാർഡ് നൈറ്റുകളിലായാലും അതുപോലെ ബിഗ് ബോസ് അങ്ങനെ പല പരിപാടികളും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പ്രൈസ് കൊടുക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കും വിഷമം ഉണ്ടാകാതിരിക്കാൻ അവർക്കും ഓരോ പ്രൈസുകളൊക്കെ കൊടുക്കുകയും എല്ലാവരെയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. നമുക്കത് ഈ നഷ്ടം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെയാണ്. ഈ റെയ്ഡ് എന്നുള്ളത് സാധാരണ സംഭവമാണല്ലോ വ്യവസായികൾക്ക് നേരെയുള്ളത് അല്ലേ? അത് പക്ഷേ ഈ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കേണ്ടതായി വന്നിരുന്നു എന്ന് തോന്നുന്നു അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് സംസാരിക്കാൻ ഒരു ആധികാരികമായി പറയാൻ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ആ കാര്യത്തെക്കുറിച്ച്. ഇപ്പോൾ ആ കുടുംബം പറയുന്നത് മാനസികമായി അദ്ദേഹം ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം ഈ റെയ്ഡ് നടന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ഈ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അങ്ങനെ ഒരു വിവരം വന്നിട്ടുണ്ട്. അല്ല, ഞാൻ അവരുമായിട്ട് എനിക്ക് അറിയാലോ, ഈ സമയത്തൊന്നും നമുക്ക് ആരുമായിട്ടും സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരിക്കുമല്ലോ. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവരുടെ കാര്യം നമുക്ക് ആലോചിക്കാവുന്നതാണല്ലോ. അതൊരു പ്രത്യേക അവസ്ഥയായിരിക്കും. ശരിയാണ്. അവസാനമായി അദ്ദേഹത്തെ എന്നാണ് കണ്ടത്? നിങ്ങൾ തമ്മിൽ എന്നായിരുന്നു ഇതിനു മുമ്പ്? ഞാനൊരു 3 ആഴ്ച മുൻപ് കൊച്ചിയിൽ വെച്ചായിരുന്നു ഞാൻ അവസാനമായി കണ്ടത്. ലാസ്റ്റ് കൊച്ചിയിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നിട്ടാണ് പിരിഞ്ഞത്. കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കുകയും ഞങ്ങൾ കാണാറുമുണ്ട്. ഇതെല്ലാം ഒരു എന്താ പറയാ, അദ്ദേഹം ഇല്ല എന്ന് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഏതെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നോ? ഏതെങ്കിലും സിനിമയുടെ പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നോ അദ്ദേഹം? നമ്മളുമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അതൊക്കെ സംസാരിക്കാൻ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് ഞാനൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടി. കാരണം അദ്ദേഹം എല്ലാ സമയത്തും പറയായിരുന്നു, നമുക്കൊരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നോ പറയാത്ത ഒരാളാണ്. അത്രയും
ചേർത്ത് നിർത്തി കൊണ്ട് നടന്ന യാത്ര ചെയ്ത ഒരാളാണ്. അതുപോലത്തെ ഒരു ബന്ധമായിരുന്നു ഡോക്ടറുമായിട്ട്. അവരുടെ കുടുംബവുമായിട്ടും അതെ കേട്ടോ. നമ്മളവിടെ ചെല്ലുന്ന സമയത്തായാലും വലിയ സ്നേഹത്തോടെ, ഇദ്ദേഹത്തെ പോലെ തന്നെയാണ് അവരുടെ കുടുംബത്തിലുള്ളവരും. അത്രയും കാര്യമായിട്ട് സ്നേഹം തരുന്ന ഒരാൾക്കാരായിരുന്നു. ശരിയാണ്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാ പേജിലൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മുമ്പ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത് അതിൽ ഈ പൂജാ സമയത്ത് ഒരു ഹെലികോപ്റ്ററിൽ പറന്നെത്തുന്നു. അതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സ്വന്തം വാക്കുകളിൽ കുറേയേറെ കാര്യങ്ങൾ പറയുന്നു. സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അത് കാണുമ്പോൾ. ജീവിതത്തെ ഏറ്റവും ഭയങ്കര പോസിറ്റീവായി കണ്ട് എല്ലാവരും പെരുമാറിയ ഒരാളാണ്. എല്ലാ സമയത്തും അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ വാഹനങ്ങളായാലും അദ്ദേഹത്തിന്റെ യാത്രകളായാലും മറ്റുള്ളവരോട് സംസാരിക്കുന്നതായാലും അദ്ദേഹത്തിന്റെ എല്ലാം അതായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എന്നും അത് ഓർമ്മയിൽ നിന്നും മായാത്ത പോലുള്ള നിമിഷങ്ങളായിരിക്കും ഡോക്ടറുടെ കൂടെ നമ്മൾ ചെലവ് കഴിക്കുന്ന സമയങ്ങൾ. ശരി, ശ്രീ ആന്റണി പെരുമ്പാവൂർ CJ റോയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന ആളാണ്. സിനിമാ രംഗത്ത് സജീവമായിരുന്നു ഡോക്ടർ CJ റോയ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹം പല സിനിമകളുടെയും നിർമ്മാതാവായിരുന്നു. അതോടൊപ്പം തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പല സിനിമകളും അവസാന നിമിഷം അദ്ദേഹം ഏറ്റെടുത്ത് ആ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ആൾ കൂടിയാണ്. കോ പ്രൊഡ്യൂസർ എന്ന രീതിയിലും അദ്ദേഹം സജീവമായി തന്നെ മലയാള സിനിമാ മേഖലയിലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള CJ റോയ് ജീവനൊടുക്കി എന്ന ഞെട്ടിക്കുന്ന വാർത്തയുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഔദ്യോഗികമായ വിശദീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണും. നാരായണ ഹൃദയാലയയിൽ ആണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ಶುರು ಮಾಡಿ ಸರ್ ಘಟನಾ ಸ್ಥಳಕ್ಕೆ ಭೇಟಿ ಕೊಟ್ಟಿದ್ದೀರಾ, ಪರಿಸ್ಥಿತಿ ಹೆಂಗಿದೆ, ಕೇಸ್ ಏನಂತ ಸಂಪರ್ಕ ಆದ್ರ ಸರ್ ಹೇಳಿ ಸರ್. ಲೌಡ ಸ್ಟಾರ್ಟ್ ಮಾಡಿ. ಇವತ್ತು ಅಶೋಕ್ ನಗರ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ಒಂದು ಪ್ರಕರಣ ದಾಖಲಾಗಿದೆ. ಮಾಲೀಕರಾದ ಶ್ರೀ CJ ರಾಯ್ ಎಂಬುವರು ಅವರು ಕಥಿತ ರೂಪದಲ್ಲಿ ಈಗ ಇನಿಷಿಯಲ್ ರಿಪೋರ್ಟ್ ಪ್ರಕಾರ ಒಂದು ಶೂಟಿಂಗ್ ಇನ್ಸಿಡೆಂಟ್ ಆಗಿದೆ. ಅಂದರೆ ಅವರೇ ಸ್ವತಃ ಶೂಟ್ ಮಾಡ್ಕೊಂಡಿದ್ದಾರೆ ಅಂತ ಪ್ರೈಮ ಫೇಸಿ ನಮಗೆ ಗೊತ್ತಾಗ್ತದೆ. ಆದರೆ ನಮ್ಮ ಬಾಡಿ ಈಗ ಸದ್ಯಕ್ಕೆ ಹಾಸ್ಪಿಟಲಲ್ಲಿದೆ, HSR ಲಿಮಿಟ್ಸ್ ಅಲ್ಲಿ, ನಾರಾಯಣ ಹಾಸ್ಪಿಟಲ್ ಅಲ್ಲಿ. ಮತ್ತು ನಮ್ಮ ಇಲ್ಲಿ ಸೋಕೋ ಟೀಮ್. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.